മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. വൃത്രാരയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രസാഖ്യമാം വളമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത ചോരനന്തരം. ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനര നായകനാകിയ മാരുതി തീർത്ഥടം തന്നിൽ കുതിച്ചു വീണിടിനാർത്തനായി വന്നു നിശാചര നാഥനു. ദക്ഷിണഹസ്തവു മുങ്ങി പറഞ്ഞിതു രക്ഷോവരനോടു മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കവികുലത്താലിടോ. നിന്നെയടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നോരെന്നെയൊഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാമക്ഷകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ. കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെയുണർന്നു ചൊന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തിരി നേരമിന്നു പൊരുതീടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലനന്നേരം കുതി കൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലുമുല്ലാസമോടു മകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടിത്തുടങ്ങിനാൻ. നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെ തുടൻ തള്ളി വിട്ടീടിനാൻ ദൽക്ഷണേ. ഓവിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ. അതു നേരം
ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളും വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണനല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനോ പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നെ മാറില മാറു ചാട്ടിയിടിനാൽ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ നാടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലമെടുത്ത ദശാസനു ബാലശരീരമിളക്കരുതാഞ്ഞിതും രാഘവൻ തന്നെ ഗൗരവമോർത്തതിലാഘവം പൂണ്ടിതോ രാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയടഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതിദാനം കുമാരനെ തൽക്ഷണേ പുഷ്പാസനമെടുത്തു കൊണ്ടാതരാൽ ചിൽ പുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൽ മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യില മാറുബുക്കു മയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൻ ഗന്ധ മഹാത്മജൻ വന്ദിച്ചു ചൊല്ലിന പങ്ക്തിമുഖനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടോ നിന്നരുളി കൊൽക കുണ്ഠതയെന്നിയെ കൊൽക ദശാസന മാരുതി ചൊന്നതു കേട്ടു രഘുത്തമനാരൂഹ്യ തൽകണ്ഠദേശേ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ എടുത്തു കാൺമാൻ കൊതിച്ചെന്തുലം ഇന്നതിന്നാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവാൻ എന്നുടെ മുമ്പിലരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശവക്ത്രനു ഘോരമായി വന്നിതു പോരുമന്നേരത്തു വാരാനിധിയുമിളകി മറിയുന്നു മാരുതി തന്നെയുമെയ്തു മുറിച്ചിതു ശൂരനായോരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം ആലസ്യമായിതു ബാണമേറ്റ നേരം പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലേ നക്തം ജരാധിപനായ ദശാസനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞവരാരൂഢതാപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കുണ്ടു മനസ്സേ പോയാലും ഇന്നു ഭയപ്പെടായതുമേ നീനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരും പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ കാകുൽസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലിങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലോം വേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു തപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ മാനവേന്ദ്ര
ഇന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജൻ മർക്കതാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു വിവിനാൻ രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു വേർത്തും നിജാർത്തികളോർത്തും ചൊല്ലിടിനാൻ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയുമർത്ത പുരുഷകാരാതെയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനുമനാരണ്യഭൂപനും വേദവതിയുമാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാധയും ജംഭാര്യമുമ്പാം നിളിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണീനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവ്രത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ നിത്യയായി വന്നുകൂടായെന്നു നിർണയോ ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചുകൊള്ളുവാനഹോ കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി 6 മാസം കഴിഞ്ഞെന്നിയുണർന്നിടുമാറിൽ ഉറങ്ങി തുടങ്ങിയിട്ടവനോ ഇന്ന് 9 നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകദുന്ദുഭിമുഖ്യവാദ്യങ്ങളും അനതർ കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജകൾ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൽ കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചുന്തും വിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ ജംഭാസമാരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാരാചര വീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടോരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിന ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരോ ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു ഇടവാങ്ങി വട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതോ ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ ഉടമോദം നിജ സോദരൻ തന്നെയും
ചിത്തെ ധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടൂ. സോദരി തന്നുടെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീമനി കൊണ്ടെന്നു വെച്ചിടിനൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ഇതു മുറിച്ചാൻ ചിരശ്രമം. കൊല്ലാതെ കൊന്നയച്ചാൻ അതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നെത്രയും നല്ലതേ നല്ലുകൾ. നല്ലതും നീതിയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നോർത്തുക. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമെല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലിൽ വരുത്തുമാപത്തണയുന്ന കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥ പുരുഷകാരാദിഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയുമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളോരമാദ്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതോ കർണസുഖം വരും മാറു പറഞ്ഞുകൊണ്ടന്വമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും. മൂഢരായുള്ളോരമത്യജനങ്ങളിൽ നല്ലതു കാകോളമെന്നതു ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നില്ലയല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാതി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു. വെളിച്ചം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാലാപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ. ജാനകി തന്നിലരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു. രാത്രിഞ്ചരാധിപ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലൽ ചെല്ലുമൊന്നിങ്കലൊരുത്തനഭിരുചി. പൂർവജന്മാർജിതവാസനയാലതിന്നപതല്ലേതുമതിൽ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു
വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ? ജഗത്തിങ്കലാരാനോർക്കു നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നിതീശ്വര, കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ, നാനാ ജഗന്മയ നാരായണൻ പരൻ. സീതയാകുന്നതു യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുവെന്നിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നിലയോ മന്നവ മുന്നമേയതെന്തോ തോരാഞ്ഞതും. ഞാനൊരു നാൾ വിശാലായാം യഥാ സുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായിരുന്നാദരവോടരുൾ ചെയ്ക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനെന്നോടു സാദരം ചൊന്നാനനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞോരോ ദേവകളും മുനിമാരുമൊരുമിച്ചു ദേവദേവേശനം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻ ഖലൻ. ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നി തെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതു മർത്യനാലെന്നിയേ. മൃത്യുവില്ലെന്നതു മുക്തോ വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതോ. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തം ജരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിടുവാനിത്രിലോകത്തിങ്കിൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും. നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറിഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനീന്ദേവരദളശ്യാമളൻ. മായാമാനുഷ്യവേഷം പൂണ്ട രാമന് കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമ. ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതം മതം ചൊല്ലുവാൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാരതമല്ലതൊന്നുമേ നാദജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനം രാമനാകുന്നതും
താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മനാത്മന കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദ ലയിക്കുന്നിതന്വമായ വിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദ മൂർത്തിയെ. സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്തു ദശാസനം ചൊല്ലിന. ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാൻ എന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞീനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശുചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകളിത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ. നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുംഗശൈല രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതോ. 1000 ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്ത് വാനരവീരരെല്ലാവരും ഓടിനാൻ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനേവനിവൻ പറകം പരത്തോളമുയരമുണ്ടത്ഭുതവും. ഇത്തം രഘുത്തവൻ തോ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ. നിദ്രാവസനിവനാവതില്ലാർക്കുമേറ്റൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയ പൂർവജൻ. കാൽക്കൽ വീണിടിനാൻ ഭ്രാതാ വിഭീഷണൻ. ഞാൻ ഭവദ്ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോള അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തതു കണ്ടു ഞാൻ ഭീതനായി. 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു ഉണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതു മേ. ജീവിച്ചിരിക്ക പലകാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം.
നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയോ നാരായണ പ്രിയൻ എത്രയോ നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതി കിണനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിന രാമപാശം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരേ ഹസ്തപാദങ്ങളൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളുമോടി തുടങ്ങിനാൻ നാനാദിഗന്ധരേ മത്തസ്തീന്ദ്രനെ പോലെ കവികളെ 10,100,000 കൊന്നാനരക്ഷണ മർക്കടരാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതുമാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തതുകൊണ്ടതിവിത്രസ്തനായി വീണുമോഹിച്ചിതർക്കജൻ അപ്പോൾ അവനെയുമൂക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചര യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നിടുവാനാദരാൽ മർക്കടരാജനതേറ്റുമോഹം വെടിഞ്ഞുൽക്കടരോഷേണമുക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നതിദ്രുതം ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ 10,100,000 വാനരന്മാരെയും വക്രത്തിലാക്കിയടയ്ക്കുമവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വീഴുങ്ങുമവൻ തഥാ രക്ഷോവരനുമന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഗണിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടുമരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനതു വീണുമിന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയുമന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പു കൊണ്ടു തുങ്ക പാദങ്ങളും മുറിച്ചിടിനാൻ വക്രവുമേറ്റം തിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം
പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ വൃത്രാരി ദേവതമായി വസ്ത്രമേതുത്തമാംഗത്തെയും ഗണ്ണിച്ചു വൃത്രാരിദാനം തെളിഞ്ഞാനതു നേരോ ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ദിയിൽ വീണിതു ദേഹവും അന്നേരം സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യകയക്ഷ ഭുജംഗാപ്സരോ വൃന്ദവം കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ പുരുഷം പുരുഷോത്തമമദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിന രാമം ദശരഥനന്ദന മുൽപല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാ രാമ ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിത്കലാനന്ദാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയോ ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖനായി ഭക്തപ്രിയനം പരമാത്മാനേ നമഃ യാതൊരാത്മാവിനെ കാണുന്നിതിപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽ സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ ത്വൽപ്രാസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനൽ ത്വദ്ബോധമുണ്ടായി വരികയു വില്ലല്ലോ ദുൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപദേ കോപകാമദ്വേഷ മത്സരകാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ തൊൽക്കഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം
തൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്രാൻ രഘുകുലനായകാം രാജീവലോചന രാമ രമാപദേ ബാധയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയു നാളെ മേഘനിനാഥനെ കൊല്ലുമായോധേന. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവൻ കൊന്നു ജഗത്രയോ രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. മാനവവീരാ ജയിക്ക ജയിക്ക നീത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാന്നേരം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവം കമ്പം വരുമാറു കേട്ടോ ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്സു ഉന്നതനായോരഗതി കായവീരനു. ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടുന്നിശാചരവീരന്മാർ. 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാൻ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പിടയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടു പൊയ്ക്കൊൽവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും മാവോലവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരന്മാരോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവു കോടടുത്തു കവി പ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനൻ സത്വരമെന്തൊരു വിസ്മയം. ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടെട്ടു നിശാചരർ കൊല്ലുന്നിതാ സുഖവിവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ. ഹരേ രാമ
രാമരാവണ യുദ്ധം ആരംഭിച്ചു. രാവണൻ പോർക്കളത്തിലേക്ക് വന്നു. നിരവധി പ്രമുഖരായിട്ടുള്ള വാനരന്മാരെയെല്ലാം വധിച്ചുകൊണ്ട് അജയ്യനായിട്ട് മുന്നേറാണ്. ഈ സമയത്ത് പൊരിഞ്ഞ പോരാട്ടം എന്ന് തന്നെ പറയാം നമുക്ക്. അതിപൊരിഞ്ഞ പോരാട്ടം, രൂക്ഷമായിട്ടുള്ള യുദ്ധമാണ്. ഈ സമയത്ത് ലക്ഷ്മണൻ ശ്രീരാമനോട് പറയാണ്, അദ്ദേഹം പറയുന്നു, രാവണനെ നേരിട്ട് എതിരിടാനുള്ള അനുവാദം നൽകണം എന്ന് ശ്രീരാമൻ പറയാണ്. ഇവിടെയാണല്ലോ നമ്മൾ പറയാൻ ആരംഭിക്കുന്നത്. വൃത്രാരിയും പോരിൽ മിത്രസ്ഥനായവരും നക്തഞ്ചരേന്ദ്രനോട് ഏറ്റാൽ അറിയുക നീ. അപ്പോൾ ശ്രീരാമൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. എന്താ പറയുന്നത്? വൃത്രാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദേവേന്ദ്രനെ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ നക്തഞ്ചരേന്ദ്രനോട്, അതായത് ഈ കാട്ടാള രാജാവിനോട്, രാവണനോട്, രാവണൻ പോലും ഈ ദേവേന്ദ്രൻ പോലും ഭയന്ന് പിന്മാറിയ കഥ, പിന്മാറിയിട്ടുണ്ട് എന്ന് പറയാണ്. രാവണൻ തികഞ്ഞ ഒരു ശൈവ ഭക്തനാണ്, ശിവഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെ ധാരാളം ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ അദ്ദേഹം കൈവശമാക്കിയിട്ടുണ്ട്. ദിവ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ബ്രഹ്മാവിൽ നിന്നും അതേപോലെ തന്നെ മഹാദേവനിൽ നിന്നും ഒക്കെ തന്നെ ഒരുപാട് വരങ്ങൾ സിദ്ധിച്ചിട്ടുള്ള ഒരു മഹാജ്ഞാനി കൂടിയാണ് രാവണൻ. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു ശൈവമായിട്ടുള്ള ആയുധം, ചന്ദ്രഹാസം എന്ന് പറയുന്ന മഹാദേവൻ്റെ തേജസ്സോടു കൂടിയിട്ടുള്ള ഒരു ആയുധമുണ്ട്. ആ ചന്ദ്രഹാസത്തെ തകർക്കാനോ അല്ലെങ്കിൽ ആ ആയുധപ്രയോഗത്തെ എതിർക്കാനൊന്നും ഒരുവിധം ആർക്കും സാധ്യമല്ല. അത്രമാത്രം ദിവ്യത്വമുള്ള ആയുധമാണ് ചന്ദ്രഹാസം. മാത്രമല്ല, ഈ രാക്ഷസന്മാർ ഒരുപാട് മായാവിദ്യകൾ അറിയുന്നവരാണ്. അവർക്ക് പലതരത്തിലും മായാവിദ്യകൾ അറിയാം. അപ്പോൾ രൂപം മാറാനും ഭാവം മാറാനും അന്ധകാരത്തിൽ ഒളിഞ്ഞിരിക്കാനും ഇതൊക്കെ ഭയങ്കര മായാവിദ്യകൾ അറിയാവുന്ന ആളുകളാണ് ഈ രാക്ഷസന്മാർ, പ്രത്യേകിച്ചും രാവണൻ. അതേപോലെ തന്നെ യുദ്ധത്തിലൊരു യുദ്ധനീതിയുണ്ട്. ആയുധമില്ലാത്തവനോട് പോരാടാൻ പാടില്ല എന്നൊക്കെയുള്ള യുദ്ധനീതികളുണ്ട്. ആ യുദ്ധനീതികളൊന്നും പാലിക്കുന്നവരല്ല ഈ രാക്ഷസന്മാർ എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശം നൽകുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ യുദ്ധത്തിന് പോകണ്ടെന്നല്ല, പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യുക്തമായ രീതിയിൽ വേണം രാവണനോട് എതിർക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് രാവണൻ ഇങ്ങനെ അജയ്യനായിട്ട് ഇങ്ങനെ പോരിൽ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഹനുമാര് ഇത് കാണുകയാണ്. രാവണനെ ഒരു ഒഴിഞ്ഞ ഒരു അവസ്ഥയിൽ, അതായത് മറ്റ് സേനാനികളൊന്നുമില്ലാതെ ഹനുമാര് പെട്ടെന്ന് രാവണനെ മുഖാമുഖം കാണുന്നു. ഹനുമാര് അതീവ രോഷത്തോടു കൂടിയിട്ട് ഈ തേരിലേക്ക് ചാടിക്കയറാണ്. ആ തേരിലേക്ക് ചാടിക്കയറിയിട്ട് ജാനകി ദേവിയെ കട്ടകള്ള എന്ന് പറഞ്ഞുകൊണ്ട് അതീവ രോഷത്തോടു കൂടി ഈ തേരിലേക്ക് ചാടിക്കയറിയിട്ട്, ഈ വലിയ യോദ്ധാവൊക്കെ ആണല്ലോ, ശക്തനാണല്ലോ, എങ്കിൽ എൻ്റെ കരബലം അറിയണം, നീ എൻ്റെ കരബലത്തെ നീ ഒന്ന് മനസ്സിലാക്കണം, തടുക്കാമെങ്കിൽ നീ തടുത്തോളൂ എന്ന് പറഞ്ഞ് ഈ അതിശക്തമായിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് അതിശക്തമായിട്ട് ഒരടിയടിക്കുകയാണ് രാവണനെ. ഇങ്ങനെ അടിച്ചപ്പോൾ രാവണൻ പെട്ടെന്നൊന്ന് എന്തായിപ്പോയി, വിഭ്രമിച്ചു പോയി. രാവണൻ ഒന്ന് ഭയപ്പെട്ടു പോയി കേട്ടോ. അപ്പൊ രാവണൻ അതിശക്തനല്ലേ,
ശക്തനായിട്ടുള്ള ഈ രാവണൻ ഹനുമാരുടെ പ്രഹരത്തിൽ വിഭ്രമിച്ചു. രാവണൻ ഹനുമാരുടെ അതിശക്തമായ പ്രഹരമേറ്റ് വിഭ്രമിച്ച് താഴെ വീഴുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ എന്താ ഈ ഊർജം വീണ്ടെടുത്തുകൊണ്ട്, ശക്തിയും ധൈര്യവും വീണ്ടെടുത്തുകൊണ്ട് ഈ രാവണൻ ചാടി എഴുന്നേൽക്കുന്നു. അപ്പോൾ രാവണൻ ഹനുമാരോട് ഒരു കാര്യം പറയുകയാണ്. എന്താ, ധാരാളം മർക്കടന്മാർ വന്നിട്ടുണ്ടല്ലോ യുദ്ധത്തിന്. അപ്പം യുദ്ധത്തിൽ വന്ന മർക്കടന്മാരിൽ നല്ല സമർത്ഥനാണല്ലോ നീ. എന്നുവെച്ചാൽ രാവണനെ നേരിട്ട് ചെന്ന് ആക്രമിക്കാൻ ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ ഒരടി കൊണ്ട് വീണുപോയി ഈ ഹനുമാരുടെ ഒരു ശക്തമായ പ്രഹരം കൊണ്ട് രാവണൻ വീണുപോയില്ലേ. അപ്പൊ രാവണൻ ശരിക്കും ഹനുമാരെ സമ്മതിക്കുന്നുണ്ട് അവിടെ. നീ നല്ല സമർത്ഥനാണ്, നീ നല്ല യോദ്ധാവാണ് എന്ന് ഹനുമാരോട് പറയാണ്. പക്ഷെ ഹനുമാര് ആ പ്രശംസ അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം വെച്ചാൽ ഹനുമാരുടെ ഒരു പ്രഹരമേറ്റിട്ട് വീണ സ്ഥലത്തൊന്നും എഴുന്നേറ്റ് ഒരാൾ വന്നിട്ടില്ല. ഒരു രാക്ഷസനും വന്നിട്ടില്ല, ഒരു ഘോര മൃഗങ്ങളും വന്നിട്ടില്ല. കാരണം ഹനുമാരുടെ പ്രഹരമേറ്റു കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകും, പിന്നെ അയാൾക്ക് എന്തില്ല, ജീവനില്ല. അതുകൊണ്ട് ഹനുമാർ പറയുന്നു, എൻ്റെ പ്രഹരമേറ്റ് എന്താ പുനർജനിച്ചെന്ന് വെച്ചാൽ വീണ്ടും എഴുന്നേറ്റ് വന്ന നീ പിന്നെ വന്നില്ലേ നീ, അതുകൊണ്ട് ഞാൻ ഞാൻ സമർത്ഥനല്ല, സാമർഥ്യമുള്ളവനല്ല, ഞാൻ ശക്തനല്ല എന്ന് ഹനുമാർ പറയാണ്. ഇത് ഹനുമാർ പറയുമ്പോൾ ഹനുമാരിലെ ശക്തി കുറച്ചൊന്ന് ക്ഷയിച്ചു പോവുകയാണല്ലോ. ഈ സമയത്ത് നമ്മൾ സ്വയം നെഗറ്റീവ് ചിന്തയുണ്ടല്ലോ, അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്ത നമുക്ക് വരുമ്പോൾ നമ്മളിലെ ശക്തി ചോർന്നു പോകുന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും എന്തായിട്ട് വേണം, പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവൂ. തൽക്കാലം തോൽവിയൊക്കെ ഉണ്ടാവും, ആ തോൽവി ഞാൻ തോറ്റുപോയല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഈ തോൽവി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, വീണ്ടും ഞാൻ വിജയിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വേണം പോവുക. അപ്പം ഹനുമാരുടെ ആ ചിന്ത എന്നുവെച്ചാൽ ഞാൻ പരാജയപ്പെട്ടു പോയി ഈ ഒരു വിഷയത്തിൽ നിന്ന് തോന്നിയപ്പോൾ ഹനുമാരുടെ ശക്തി അവിടെ എന്തായി പോവുകയാണ്, ക്ഷയിച്ചു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ രാവണൻ അതിശക്തമായിട്ട് ഹനുമാരെ പ്രഹരിക്കുന്നു. ഹനുമാർ അട്ടിക്കൊണ്ട് തെറിച്ചു വീണ് പോവുകയാണ് സംഭവിക്കുന്നു. ഇത് കണ്ടു നിൽക്കുകയാണ് ആര്, നീലൻ. നീലനും ഗവനും ഗവാക്ഷ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഈ യോദ്ധാക്കള്, ഗംഭീരന്മാരല്ലേ വാനരന്മാർ. അപ്പൊ നീലൻ ഇത് കണ്ടു നിന്ന നീലൻ പെട്ടെന്ന് ഈ തേരിലേക്ക് ചാടിക്കയറുകയാണ്. ചാടിക്കയറിയിട്ട് ഈ ദശരഥന്റെ 10 കിരീടങ്ങളിലും ചാടിത്തുള്ളി കളിക്കുക. ഈ മർക്കട ചാഞ്ചാട്ടം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ ഡാൻസ് കളിക്കുന്ന മാതിരിയിൽ 10 കിരീടങ്ങളിലും ചാടിത്തുള്ളി കളിക്കുന്നു. അവിടെ എവിടെയൊക്കെ മാന്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് എന്താ, രാവണന് വളരെയധികം കോപം ഉണ്ടായി. അപ്പൊ രാവണൻ എന്ത് ചെയ്തു, ഒരസ്ത്രം പ്രയോഗിക്കുകയാണ്. പാവകാസ്ത്രം നീലന് നേരെ ഉപയോഗിച്ചു. അത് നേരെ നെഞ്ചിൽ തറച്ച് നീലൻ എന്താവുന്നു, നിലംപതിക്കുന്നു. ഇത് ഇങ്ങനെ എന്താ വെച്ചാൽ ഈ മർക്കടവീരന്മാരിലെ ഈ അതിശക്തരായിട്ടുള്ള യോദ്ധാക്കളെ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാവണനെ പിന്നീട് നേരെ മുഖാമുഖം എതിരിടാൻ വേണ്ടി ലക്ഷ്മണൻ വരികയാണ്. അപ്പോൾ ലക്ഷ്മണനും രാവണനും നേർക്കുനേറുള്ളതായിരിക്കുന്ന യുദ്ധം ആരംഭിക്കുകയാണ്. പോർക്കുളം അസ്ത്രങ്ങളെ കൊണ്ട് നിറയുകയാണ്. എന്നുവെച്ചാൽ ഇരുവരും അസ്ത്രസാമർഥ്യമുള്ള ആൾക്കാരാണ്. അപ്പം അതീവ യുദ്ധ നിപുണന്മാരാണ് രണ്ടുപേരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോർക്കളം അസ്ത്രങ്ങളെ കൊണ്ടൊന്ന് നിബിഡമാവാണ്. അത് ഗംഭീരമായിട്ടുള്ള രൂക്ഷമായ പോരാട്ടമാണ്. എന്നാൽ പിന്നെ മയൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ, അത് മണ്ഡോദരിയുടെ പിതാവാണ്. അദ്ദേഹം വലിയ സാത്വികനായിട്ടുള്ള ഒരു രാക്ഷസനാണ്. വലിയ കഴിവുള്ള, വലിയ ശക്തിയുള്ള ഒരാളാണ് അദ്ദേഹം. എന്നുവെച്ചാൽ ഭയങ്കര മണ്ഡോദരി നമുക്കറിയാലോ, മണ്ഡോദരി ശരിക്കും സാത്വികമായിട്ടുള്ള ഒരു രാക്ഷസ സ്ത്രീയാണ്. അപ്പം ഈ മയൻ രാവണന് ഒരു ആയുധം നൽകിയിട്ടുണ്ട്. അത് പിന്നെ നല്ലൊരു വേലാണ്.
നല്ലൊരു വേല് ആ രാവണന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വേല് ശക്തിയുള്ള ഭയങ്കര മായാശക്തിയുള്ള വേലാണ്. ഈ വേല് ലക്ഷ്മണന് നേരെ പ്രയോഗിക്കുകയാണ് ഈ രാവണൻ. അപ്പോൾ ആ മയൻ എന്ന് പറയുന്നതായിരിക്കുന്ന രാക്ഷസൻ നൽകിയ വേല് കൊണ്ട് ഈ ലക്ഷ്മണൻ ബോധരഹിതനായിട്ട് നിലംപതിക്കുകയാണ്. ഈ ബോധരഹിതനായിട്ട് നിലം പതിച്ച സമയത്ത് ലക്ഷ്മണനെ ഒന്ന് എടുത്തങ്ങുയർത്തി ഒന്ന് പുഷ്പം പോലെ വലിച്ചങ്ങെറിയ എന്ന് വിചാരിച്ച് രാവണൻ ലക്ഷ്മണനെ എടുക്കുകയാണ്. പക്ഷേ ഒരു ശകലം പോലും ആ വീണ സ്ഥലത്തു നിന്നും പൊന്തിക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല? രാവണന് സാധിച്ചിട്ടില്ല. അത് നാരായണ ശക്തിയുടെ ഒരു വിശേഷമാണ്. ഈ രാവണൻ ശരിക്ക് കൈലാസത്തിൽ പോയ സമയത്ത് കൈലാസത്തിൽ ശിവനെ നേരിട്ട് ദർശിക്കാൻ ഇവരിങ്ങനെ കാത്തുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നേരിട്ട് ശിവനെ അങ്ങ് ദർശിക്കാൻ വേണ്ടി, മഹാദേവനെ ദർശിക്കാൻ വേണ്ടി കൈലാസത്തിൽ പോയ സമയത്ത് ഈ നന്ദികേശൻ രാവണനെ തടഞ്ഞു. നന്ദികേശൻ രാവണനെ തടഞ്ഞ സമയത്ത് നന്ദികേശന് നല്ലൊരു പ്രഹരം കൊടുത്തിട്ട് ഇത് കോപിഷ്ഠനായിട്ടുള്ള ഈ രാവണൻ കൈലാസത്തെ എടുത്തങ്ങ് പോകാൻ ശ്രമിച്ചയാളാണ്. അപ്പോൾ കൈലാസത്തിൽ പോക്കാൻ ശ്രമിച്ച സമയത്ത് കൈലാസം ഒന്ന് ഭ്രമിച്ചിട്ടുണ്ട്, ഒന്ന് ഇളകിയിട്ടുണ്ട്. പക്ഷെ അത്ര ശക്തിശാലിയായിട്ടുള്ള രാവണന് ഈ ചേതനയേറ്റ് കിടക്കുന്ന ലക്ഷ്മണന്റെ ശരീരത്തെ ഭൂമിയിൽ നിന്ന് ഇളക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് നോക്കി നിന്ന ഹനുമാർ പെട്ടെന്ന് അവിടെ എത്തുകയും ഈ ലക്ഷ്മണനെ ഒരു പുഷ്പം പോലെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാണ്. അവിടെ ശ്രീരാമസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഈ സമയത്ത് മാരുതി എന്ത് ചെയ്യുന്നുണ്ട്? ഹനുമാര് രാവണനെ അതിശക്തമായിട്ട് ഒന്നുകൂടെ പ്രഹരിക്കുന്നുണ്ട്, നെഞ്ചിലൊരു ഇടി കൊടുക്കുന്നുണ്ട് അതിശക്തമായിട്ട്. ഈ ഇടി കൊണ്ട് രാവണൻ തെറിച്ചു വീണ് ചോര ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ലക്ഷ്മണനെ എടുത്തിട്ട് ഇദ്ദേഹം ശ്രീരാമസന്നിധിയിലേക്ക് പോകുന്നത്. ഇവിടെ ശക്തിയേക്കാൾ ഭക്തിക്കുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ നാരായണ ഭക്തനാണ്, അതേപോലെ തന്നെ ഹനുമാരും നാരായണ ഭക്തിയിൽ അങ്ങ് അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ള ആളാണ്. അതായത് ചഞ്ചലമായ ഭക്തിയല്ല, എന്നാൽ വളരെ ശക്തമായിട്ടുള്ള ഉൾത്തട്ടിൽ നിന്നും മനസ്സിൻ്റെ ഉൾത്തട്ടിൽ നിന്നും വരുന്ന ശ്രീരാമ ഭക്തിയുടെ പ്രകടമായ രൂപമാണ് ഹനുമാർ. അതുകൊണ്ട് തന്നെ ആ ശക്തിയേക്കാൾ ഭക്തിക്ക് ശക്തിയുണ്ട് എന്നുള്ള, കായിക ശക്തിയേക്കാളും ഭക്തിശക്തിക്ക് പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണനെ ഹനുമാർ പുഷ്പം പോലെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇത്രത്തോളം ആയ സമയത്ത് ശ്രീരാമൻ നേരിട്ട് തന്നെ യുദ്ധത്തിന് തയ്യാറാവാണ്. അപ്പോൾ ശ്രീരാമൻ രാവണനുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നു. ഈ സമയത്ത് ശ്രീരാമചന്ദ്രനെ തൻ്റെ ചുമലിലേറ്റി ഹനുമാർ യുദ്ധക്കളത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പം ആ പേമാരി പോലെ പെയ്യുന്ന ഈ ശരവർഷങ്ങൾ ഇരുഭാഗത്തു നിന്നും നടന്നുകൊണ്ട് ഘോരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവണന്റെ തേരും കുടയും അതേപോലെ തന്നെ കൊടിയും കുതിരയും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ശ്രീരാമൻ വധിക്കുന്നു. രാവണന്റെ സാരഥിയെയും എന്താക്കുന്നു? വധിക്കുന്നു. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, തേര് നഷ്ടപ്പെട്ട്, സാരഥി നഷ്ടപ്പെട്ട് നിൽക്കുന്ന രാവണനോട് ശ്രീരാമൻ യുദ്ധനീതി പുലർത്തുകയാണ് അവിടെ. അതാണ്, രാക്ഷസന്മാർക്ക് യുദ്ധനീതിയില്ല, എന്നാൽ സാത്വികന്മാർ യുദ്ധത്തിലാണെങ്കിലും അവിടെ യുദ്ധനീതി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ശ്രീരാമചന്ദ്രൻ പറയുന്നു, എന്ത്? ആയുധങ്ങളുമായിട്ട് ശക്തിയോടുകൂടി, എല്ലാ ഒരുക്കങ്ങളോടും കൂടി, പടയൊരുക്കത്തോടുകൂടി നാളെ യുദ്ധത്തിനായി പോരൂ എന്ന് പറഞ്ഞിട്ട് രാവണനെ ശ്രീരാമചന്ദ്രൻ തിരിച്ചയക്കുകയാണെന്ന്. വേണമെങ്കിൽ അന്ന് ആ സമയത്ത് ശ്രീരാമചന്ദ്രന് രാവണനെ വധിക്കാം, പക്ഷേ യുദ്ധനീതി എന്ന് പറയുന്ന ആ നീതി
അവിടെയും പുലർത്തുകയാണ്. ഇത് രാവണനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കാരണം തൻ്റെ ശക്തിയെല്ലാം ചോർന്നു, തൻ്റെ സാരഥി നഷ്ടപ്പെട്ടു, അങ്ങനെ സകലവും നഷ്ടപ്പെട്ട് തൻ്റെ വീരശൂര്യ പരാക്രമങ്ങളെയെല്ലാം താൻ ഇത്രയും കാലം എടുത്തിട്ടുള്ളതായിരിക്കുന്ന ആ പേരും പ്രശസ്തിയുമെല്ലാം നശിച്ചു പോയല്ലോ എന്ന് പറയുന്ന ആ ഒരു ദുഃഖം അതീവ ദുഃഖമായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്. നമ്മളുണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും ഒരു നിമിഷ നേരം കൊണ്ട് എന്തായി പോകും, നഷ്ടമായി പോകുന്ന. കാരണം നമുക്ക് വരുന്ന അതീവ തരമായിട്ടുള്ള ദോഷ സമയങ്ങൾ നമ്മളെ ഒന്നുമല്ലാതാക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ മാത്രമല്ല പലതരത്തിലുള്ള ശാപങ്ങളും അത് ഈ കഥയിൽ പറയുന്നുണ്ട്. അപ്പൊ രാവണൻ അതീവ ദുഃഖത്തോടു കൂടിയിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവാൻ. അവിടെ പറയുന്നു, എൻ്റെ പൗരുഷെല്ലാം നശിച്ചു പോയല്ലോ, എൻ്റെ ശക്തി ചോർന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വല്ലാതെ വേവലാതിപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാൻ. ഈ സമയം രാവണൻ ഓർക്കുകയാണ്, രാവണന് ഒരുപാട് ശാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ശാപങ്ങൾ രാവണന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിലെ പ്രധാനപ്പെട്ട ശാപങ്ങളെയാണ് ഓർക്കുന്നത്. എന്താ പറയുന്നത്? അനാരണ്യ ഭൂപൻ എന്ന് പറയുന്ന വളരെ സാത്വികനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അനാരണ്യ ഭുവൻ എന്നാണ് പറയുക. ഇക്ഷ്വാക വംശത്തിൽപ്പെട്ട രാജാവാണ്, മഹാരാജാവാണ് അദ്ദേഹം. ഈ വളരെ സാത്വികമായിട്ട് നന്നായി രാജ്യം ഭരിച്ച് പ്രജകൾക്ക് പരിപാലനം ചെയ്തു പോരുന്ന ഒരു സാത്വികനായിട്ടുള്ള രാജാവാണ് അനാരണ്യ രാജാവ് എന്ന് പറയുന്നത്. ഈ രാജാവിനെ എന്താ വെച്ചാൽ ഈ രാജ്യം വളഞ്ഞ് തൻ്റെ സൈന്യവുമായി പോയിട്ട് വളഞ്ഞ് രാജ്യം പിടിക്കുകയും അധികാരം കൈക്കലാക്കുകയും ഈ മഹാരാജാവിനെ, അനാരണ്യ മഹാരാജാവിനെ അതിക്രൂരവും നിഷ്ഠുരവുമായിട്ട് വധിക്കുകയും ചെയ്തു രാവണൻ എന്നുള്ളതാണ്. ഈ സമയത്ത് ഈ മഹാരാജാവ്, ഇക്ഷ്വാക വംശത്തിൽപ്പെട്ട ഈ അനാരണ്യ മഹാരാജാവ് എന്തു പറഞ്ഞു? നീ എല്ലാം നഷ്ടപ്പെട്ട് ഒരു കാലത്ത് നാരായണനാൽ വധിക്കപ്പെടാൻ ഇടയാകട്ടെ എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് അങ്ങേയറ്റം ശപിച്ചു, ശാപവാക്കുകൾ ഇട്ടു എന്നുള്ളതാണ്. അത് വലിയൊരു ശാപമായിരുന്നു ആ ഒരു ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ നന്ദികേശനും അന്ന് ശപിച്ചിട്ടുണ്ട്, അതിശക്തമായിട്ട് ശപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മഹാദേവ സന്നിധിയിൽ വന്നിട്ട് ഈ ക്രൂരത കാട്ടിയ നിന്നെ നാരായണൻ വധിക്കുമാറാവട്ടെ എന്ന് ശപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേദവതി എന്ന് പറയുന്ന ഒരു അമ്മയും ഈ രാവണനെ എന്ന് വെച്ചാൽ വല്ലാത്ത ഉപദ്രവങ്ങൾ ചെയ്തതിന് വേദവതി എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഏറ്റവും സാത്വികയായിട്ടുള്ള ഒരു വനിതയും ഈ മഹാരാജാവിനെ അല്ലെങ്കിൽ രാവണനെ, രാക്ഷസ രാജാവിനെ അതിശക്തമായിട്ട് ശപിച്ചിട്ടുണ്ട്. ശാപഫലം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്കെല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മൾ നേടിവെക്കുന്ന ശാപങ്ങൾ നമ്മളെ ഒന്നുമല്ലാതാക്കുവാൻ കാരണമാവുന്നതാണ്. അതുകൊണ്ട് ശാപദോഷ പ്രായശ്ചിത്തം അനിവാര്യമാണ്. ശാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശാപദോഷത്തിന് നിർബന്ധമായും പ്രായശ്ചിത്തം ചെയ്ത് ശാപദുരിത ദോഷങ്ങളെ നീക്കേണ്ടത് മാനുഷിക ജീവിത കാലഘട്ടത്തെങ്കിൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗവും കൂടിയാണ് ഈ ഭാഗം. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയാണല്ലോ ഈ ശ്രീലങ്കയിലെ കൊട്ടാരത്തിൽ, രാവണന്റെ കൊട്ടാരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവണൻ പിന്നെ വിചാരിക്കുന്ന വെച്ചാൽ കുംഭകർണനാണല്ലോ ഇനിയിപ്പോൾ ഒരു ആശ്രയമുള്ളത്. കാരണം മക്കളെല്ലാം പലരും മരിച്ചു, ഇപ്പം സൈന്യം ഒരുപാട് നഷ്ടമായി, തൻ്റെ ശക്തി ചോർന്നു പോയി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മോചനത്തിന് മാർഗം കുംഭകർണനെ വിളിച്ചോണത്ത്. കുംഭകർണൻ 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ കുംഭകർണനെ ഉറങ്ങുകയാണ്. കുംഭകർണനെ ഉണരണമെങ്കിൽ ഇനി 3 മാസം കഴിയണം. അപ്പോൾ നിവൃത്തില്ല, ഈ ഉറക്കന് ഇനി അവനെ അനുവദിച്ചാലാവില്ല. അതുകൊണ്ട് തൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണനെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് ഇവരോട് സൈന്യാധിപന്മാരോടൊക്കെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കുംഭകർണനെ ഉണർത്തുന്നു വെച്ചാൽ നമുക്കറിയാലോ, ആനേനെ കൊണ്ട് മൂക്കിലെ രോമം പിടിച്ചു വലിപ്പിച്ചു, ഭേരി മൃദംഗങ്ങളും ഭയങ്കര ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും പെരുമ്പറ കൊട്ടിയിട്ടും എല്ലാം കൂടെ കുറേ പണിപ്പെട്ടാണ് രാവണനെ ഉണർത്തുന്നത്. രാവണൻ ഉണർന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? ഇയാൾക്ക് കുന്നുപോലെയുള്ള ആഹാരങ്ങൾ വേണം. അപ്പോൾ ഇയാൾക്ക് ഇഷ്ടമായിട്ടുള്ള ഭോജനങ്ങൾ, മദ്യവും മാംസവും രക്തവും എന്ന് പറയേണ്ട എല്ലാ ആഹാരങ്ങളും ഇങ്ങനെ കുന്നുപോലെ കൂട്ടിട്ടിരിക്കുകയാണ്.
അപ്പൊ ഇദ്ദേഹം ഉണരുന്നു. ഉടനെ തന്നെ അദ്ദേഹം ആ ആഹാരങ്ങളെല്ലാം കണ്ട് സന്തോഷപ്പെടുന്നു. അതൊക്കെ നന്നായിട്ട് മൂപ്പര് കഴിക്കാനേ ഉള്ളൂ. നമ്മളൊരു ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കും പോലെ അദ്ദേഹത്തിന് ഇതെല്ലാം ഈ കുന്നുപോലെ കൂട്ടിയിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഒന്ന് കഴിച്ച് ഒരു ഏമ്പക്കെല്ലാം വിട്ട് എന്താന്നൊക്കെ ചോദിച്ചപ്പം അവിടുന്ന് സൈന്യാധിപന്മാരെല്ലാം വിഷയങ്ങളെല്ലാം പറയും. അപ്പം ഏതായിരുന്നാലും ഈ രാവണനെ ഒന്ന് മുഖം കാണിക്കുക, എന്നിട്ട് ശ്രീരാമനെ ഈ യുദ്ധത്തിനായിട്ട് പോകാം എന്നുള്ളത് ധരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ രാവണനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീരാമ പിന്നെ ആരാണ് കുംഭകർണൻ ഈ രാവണനെ ദർശിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം പക്ഷെ അവിടെ നേരത്തെ കാലത്തെ പിന്നെ ഇവര് അതായത് വിഭീഷണൻ കുംഭകർണനോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രൻ പിന്നെ നാരായണനാണ്, മഹാവിഷ്ണുവാണ്. അപ്പൊ സീതാദേവി എന്ന് പറഞ്ഞാല് മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് ഇത് വലിയ ദോഷമാണ് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ ഈ വിഭീഷണൻ നേരത്തെ കാലത്തെ ഈ കുംഭകർണനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ഒന്നും കൂടെ സ്മരിക്കുകയാണ്, ഒന്നും കൂടെ പറയുകയാണ്, രാവണനോട് പറയാണ് ഇങ്ങനെ വിഭീഷണൻ മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രീരാമചന്ദ്രൻ മാനുഷനല്ല, അദ്ദേഹം നാരായണനാണ്, പിന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ പിന്നെ രാക്ഷസന്റെ ഈ വീരശൂര പരാക്രമങ്ങളെല്ലാം ഇല്ലാതാക്കി, രാക്ഷസന്മാരെ ഇല്ലാതാക്കി ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് സീതാദേവിയെ തിരിച്ചു കൊടുത്ത് ശ്രീരാമനുമായി സന്ധി ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ചു നോക്കും. എന്നുവെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു നല്ല കുംഭകർണൻ പറയുന്നത് വളരെ ഭയങ്കര ജ്യേഷ്ഠഭക്തിയുള്ള ആളാണ്. ഏട്ടൻ എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന ഒരാളാണ് ഈ കുംഭകർണൻ. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അനുജനായിട്ടുള്ള വിഭീഷണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ രാവണന് ദേഷ്യായി, രാവണന് ഭയങ്കര കോപായി. അപ്പൊ രാവണൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ വിളിച്ചു ഉണർത്തിയത്, പിന്നെ നേരെ പോയി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ കുംഭകർണൻ പിന്നെ അതിൽ ഒന്നും പറഞ്ഞില്ല, നിഷേധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കുംഭകർണൻ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, യുദ്ധത്തിനായിട്ട് പോവുകയാണ്. അപ്പം ഈ സീതാതത്വമൊന്നും ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യമാകുകയാണ്. അപ്പൊ യുദ്ധത്തിനായിട്ട് കുംഭകർണൻ ആളത്ര മോശക്കാരനൊന്നുമല്ല, ഗംഭീര എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാദത്തിന്റെ ഉള്ളിൽ തന്നെ ആയിരക്കണക്കിന് ഈ മർക്കടന്മാർ ഒരു കാൽപാദം വെക്കുമ്പോഴത്തേക്ക് അതിനുള്ളിൽ അകപ്പെട്ടു പോകും. ഒരു കൈ കൊണ്ട് നൂറുകണക്കിന് ഈ മർക്കട വീരന്മാരെ അദ്ദേഹം പിടിച്ചൊടുക്കും. ഒന്ന് ഞൊട്ടാനേ ഉള്ളൂ ഈ വലിയ വലിയ മർക്കടന്മാരെയൊക്കെ. അപ്പോൾ അങ്ങനെ ഭീമാകാരനായിട്ടുള്ള ഈ കുംഭകർണന്റെ വരവ് കണ്ട വിഭീഷണൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂടി, തേട്ടനല്ലേ വരുന്നത്, ഇവരൊക്കെ ഭയങ്കര ഈ സാഹോദര്യ സ്നേഹമുള്ളവരാണ്. അപ്പം ഇതിലെല്ലാം ഓരോ നമ്മൾ രാക്ഷസന്മാരാണ് ഇവർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നുവെച്ചാൽ ഇവരിൽ നിന്നും അതേപോലെ തന്നെ രാമചന്ദ്രന്മാരിൽ ലക്ഷ്മണനിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഈ കുംഭകർണനെ കണ്ട വിഭീഷണൻ സാഹോദര്യ സ്നേഹത്തോടു കൂടിയിട്ട് ഓടിയെത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. എന്നുവെച്ചാൽ എത്രയോ കാലമായില്ലേ നമ്മൾ പരസ്പരം കണ്ടിട്ട് എന്ന് പറയുന്നു. അപ്പോൾ കുംഭകർണൻ ഉടനെ തന്നെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു. അപ്പം പിന്നെ വീണ്ടും വിഭീഷണൻ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അപ്പോൾ കുംഭകർണൻ പറയും, എന്താ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം രാവണൻ ഇതൊന്നും ബോധ്യമാവൂല. അതുകൊണ്ട് വെറുതെ നമ്മൾ രാവണനുമായിട്ട് പിന്നെ അങ്ങനെ രാവണനുമായിട്ട് ഇടഞ്ഞ് രാവണന്റെ ആയുധത്തിന് ഇരയമാവുന്നതിനെക്കാട്ടും നല്ലത് ശ്രീരാമചന്ദ്രന്റെ ആയുധം കൊണ്ട് മരിക്കുന്നതാണല്ലോ. നീ ഒരു കാര്യം ചെയ്യൂ, നന്നായിട്ട് ശ്രീരാമ ഭജനമൊക്കെ ചെയ്ത് ശ്രീരാമനോടൊപ്പം നിൽക്കൂ. ഭാവിയിൽ അദ്ദേഹം അനുഗ്രഹം വെച്ചാൽ ജ്യേഷ്ഠന്റെ ഒരു അനുഗ്രഹമാണത്. എന്ന് വെച്ചാൽ ഭാവിയിൽ നീ എന്ത് ചെയ്യണം, ലങ്കയെ രക്ഷിക്കണം. അതേപോലെ തന്നെ അവിടുത്തെ നമ്മുടെ പ്രജകളെല്ലാം രക്ഷിച്ചുകൊണ്ട് ലങ്കാധിപനായിട്ട് വരാൻ യോഗമുണ്ടാവട്ടെ എന്ന് ആ രണഭൂമിയിൽ വെച്ചിട്ട് എന്താക്കാൻ വിഭീഷണന് ഒരു അനുഗ്രഹം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകൂ എന്ന് ജ്യേഷ്ഠൻ അനുജനെ യാത്രയാക്കാൻ. അങ്ങനെ ഇദ്ദേഹം പോയതിനു ശേഷം പിന്നെ പുരിഞ്ഞ പോരാട്ടമാണ്, അതിശക്തമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ തന്നെ നേരിട്ട് ഈ കുംഭകർണനായിട്ട് യുദ്ധം ചെയ്യാണ്. അപ്പം ഒരു ഇന്ദ്രാസ്ത്രം കുംഭകർണന് നേരെ അയക്കുന്നു. കുംഭകർണന്റെ നെഞ്ചിൽ ആ ഇന്ദ്രാസ്ത്രം കൊള്ളുന്നു. അങ്ങനെ കുംഭകർണൻ അവിടെ പിന്നെ വീഴുകയാണ്, പതിക്കുകയാണ്. അവിടെ ഭൂമിയിൽ വീഴുന്നു. എന്ന് വെച്ചാൽ ചേതനയേറ്റ് ഭൂമിയിൽ വീഴുന്നു.
അദ്ദേഹം മരണപ്പെടുന്നു. ഈ സമയത്ത് നാരദൻ മഹർഷി ശ്രീരാമചന്ദ്രനെയും അതേപോലെ തന്നെ ദുഷ്കൃതികളെയെല്ലാം ഇല്ലാതാക്കുന്ന ഈ പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ ദേവചൈതന്യത്തെയൊക്കെ കുറിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് 26-ാം ദിവസത്തെ പാരായണം അവസാനിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.